പശുവിൻ്റെ മാംസം കഴിച്ചിട്ടുണ്ടെങ്കിൽ വഴിപാടും പൂജയും ഭരിക്കാതെ പോകും. നമ്മൾ ഈ ഗോവർഗം മുഴുവനാണോ ഉദ്ദേശിക്കുന്നത് അതോ ഗോവധ നിരോധനം വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്കും ഗോവധം എനിക്ക് പശുവിൻ്റെ ഇറച്ചി തിന്നേ പറ്റുമെന്ന് പറയുന്നവർക്കും രണ്ടുപേർക്കും ഈ വിഷയം അറിയില്ല. പശുവിനെ കൊല്ലരുതെന്ന് പറയുന്നതും ഒക്കെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. ഇത് നമ്മുടെ പൗരാണികമായ ഒരു ഗ്രന്ഥത്തിലുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ സയൻറ്റിഫിക് പേര് വേറെയാണ്. ഗോബർ ഗ്യാസ് ഉണ്ടാക്കിയ പ്ലാന്റുകൾ ആദ്യകാലത്ത് ഇവിടെ വർക്ക് ചെയ്യാതിരുന്നതിന് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പശു സങ്കരവർഗം പശു അല്ല, അത് നിങ്ങൾ കൊല്ലുമോ തിന്നുമോ നിങ്ങളുടെ ഇഷ്ടം. നശിപ്പിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് സനാതനം എന്ന് വിളിക്കുന്നത് തന്നെ. ഈ ഭാരതത്തിൻ്റെ പൈതൃകം വിട്ട് നിങ്ങൾക്ക് എവിടെ പോകാനാണ്? നിങ്ങളുടെ അസ്തിത്വം മുഴുവൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എങ്ങും പോകാനില്ല. തിരുവണി നമസ്കാരം. പല വിധത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളുടെ താഴത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെ പ്രസക്തമായി വന്ന ഒരു ചോദ്യം, ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അപ്പോൾ ആ പ്രശ്നത്തിനായിട്ട് ഒരു ജ്യോതിഷനെയോ ഒരു ജ്ഞാനിയോ ആയ ആളെ സമീപിച്ച് ഒരു പരിഹാരം കാണുന്നു. പ്രശ്നത്തിൻ്റെ പരിഹാരം കൃത്യമാണ്, കണ്ടുപിടിച്ച ജ്യോതിഷൻ നന്നായി അത് ചെയ്തിട്ടുണ്ട്, അത് പരിഹാരം നിർവഹിക്കുന്ന പുരോഹിതനും വളരെ നന്നായിട്ട് അത് കഴിക്കുന്നുണ്ട്, പക്ഷെ ഫലം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? എനിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു പരിഹാരക്രിയ കഴിച്ച് ഫലിക്കണമെങ്കിലുള്ളൊരു ഒരു ദൈവാധീനം പല വിഷയങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. പിതൃക്കളുടെ പ്രീതി, പരദേവതയുടെ പ്രീതി, ഇത് കൂടാതെ ഈ ആർക്കു വേണ്ടിയാണോ ക്രിയ കഴിക്കുന്നത്, അല്ല യജമാനൻ, നമ്മൾ പറയുമ്പോൾ യജമാനൻ എന്നാണ് പറയുക, ഈ യജമാനൻ പിന്തുടരുന്ന ജീവിതശൈലി, ഇതൊക്കെ ഇതിന് ബാധകമാണ്. ഇത് നമ്മളൊരു ക്രിയ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഘോരമായൊരു പാപം ചെയ്തിട്ട് മുമ്പ് കഴിച്ച ക്രിയയുടെ ഫലം ഉണ്ടാകുമെന്ന് ധരിക്കുകയേ ചെയ്യരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി. വീട്ടിൽ അച്ഛനും അമ്മയും നോക്കാത്തവനാണോ, കുഞ്ഞുങ്ങളെ നോക്കാത്ത ആളാണോ, സ്വധർമ്മം പാലിക്കാത്ത ആളാണോ എന്ന് നമുക്കറിയില്ല. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിയകൾക്ക് ഫലം കുറയാറുണ്ട്. ഫലം കുറയാതെ ഫലം ഉണ്ടാവാതെയും പോവാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ അർച്ചകരെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള അർച്ചകരെല്ലാവരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമുണ്ട്. നമ്മൾ ഈ പൂജയുടെ ആവശ്യത്തിനായി സമ്പാദിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം തന്നെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ്. അതെ. ഇപ്പം ഒരു മൃത്യുഞ്ജോമം നടക്കുമ്പം കറുക പറിക്കുന്നുണ്ട്, പേരാലിൻ്റെ മൊട്ട് പറിക്കുന്നുണ്ട്, ചിറ്റമൃതൻ്റെ വള്ളി എടുക്കുന്നുണ്ട്, തെച്ചി, തുളസി, താമര പൂക്കൾ എടുക്കുന്നുണ്ട്, കൂവളത്തിൻ്റെ ഇല പറിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ദ്രവ്യങ്ങൾ എടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ എല്ലാ പൂജകൾക്കും ഒഴിവാക്കാൻ മേലാത്തതാണ് തുളസി പറിക്കുന്നുണ്ട്. നടുന്നുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. അപ്പം എന്താണോ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നത് അതിൻ്റെ 3 മടങ്ങെങ്കിലും തിരികെ കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ ദേവനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ദേവനായിട്ട് നിൽക്കാതെ, നമ്മൾ സ്വയം ദേവനായിട്ട് നിൽക്കാതെ നമുക്ക് ഒരു കാരണവശാലും ഈ കർമ്മത്തെ ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് വേണം തന്ത്രിമാരെല്ലാവരും ഇടപെടാൻ. അപ്പം നിത്യേന പൂജ കഴിക്കുന്നുണ്ട്, തുളസി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തുളസി വെച്ച് പിടിപ്പിക്കണം, നന്നായിട്ട് പരിപാലിച്ചെടുക്കണം, അത് നോക്കണം. കതിരിടുമ്പോൾ ആ കതിരൊക്കെ ഒടിച്ചു കളഞ്ഞത് വീണ്ടും നാമ്പ് വരുന്നതൊക്കെ നോക്കി, പട്ട് പോകുന്നത് അതിന് പകരമായിട്ട് തുളസി വേറെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ നമ്മൾ സംരക്ഷിച്ചെടുക്കണം. അത് ചെയ്യാണ്ട് വരുമ്പം നമ്മൾ ആർജിച്ച കർമ്മം, അതിൽ നിന്നുള്ള ആ ഫലത്തെ, അല്ലെങ്കിൽ ആർജിച്ച ആ പുണ്യത്തിൽ നിന്ന് കുറഞ്ഞ് നമ്മൾ പോലും അറിയാതെ നമ്മൾ സാവധാനം നിവദിച്ച് പോയി കർമ്മങ്ങൾക്ക് ഒരു ഫലവും ഇല്ലാത്ത അവസ്ഥയിലേക്ക്, കൃത്യമായൊരു ടൂള് മെയിൻറ്റെയിൻ ചെയ്യാതെ നശിച്ചു പോകുന്ന പോലെയാണ്. അതെ. നമ്മുടെ കയ്യിൽ ഇത് നോക്കാനുള്ള മീറ്ററില്ല. വാട്ടർ ടാങ്ക് പോലെയാണ്, വെള്ളം തീരുമ്പോഴേ അറിയുള്ളൂ തീർന്നു എന്നറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട വിഷയമാണ്. അപ്പം എല്ലാവർക്കും അതിന് സമയം കിട്ടാത്തവരുമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാവുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവനവൻ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം, എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 25% അതിനു വേണ്ടി വിനിയോഗിക്കണം. ദാനം ചെയ്യുകയോ അങ്ങനെ നോക്കുന്നവരെ ഏൽപ്പിക്കുകയോ, അല്ലെങ്കിൽ പശുക്കൾക്ക് ഫാം നടത്തുന്ന ആളുകളെയോ ഒക്കെ. പശുവിൻ്റെ വിഷയമൊക്കെ ഒരുപാട് പറയാനുണ്ട്, ഞാൻ പിന്നീട് അത് പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ കർമ്മത്തിൻ്റെ പുഷ്ടി ഉണ്ടാവുകയുള്ളൂ. ഇനി വളരെ വേണ്ടപ്പെട്ട ഒരു വിഷയം, ഇതുവരെ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഈ യജമാനായിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ എപ്പോഴെങ്കിലും, എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന്, പ്രമാണം ചോദിച്ച് പുസ്തകം ചോദിക്കരുത്, പുസ്തകം പറയാൻ എനിക്കില്ല ഇതിനകത്ത്, ജീവിതമാണ് പ്രമാണം. അനുഭവം ഗുരു.
ജീവിതം, നമ്മൾ കണ്ട ജീവിതങ്ങൾ, അതാണ് എൻ്റെ പ്രമാണം. ഈ ജീവിത കാലയളവിൽ പശുവിൻ്റെ മാംസം കഴിച്ചിട്ടുണ്ടെങ്കിൽ വഴിപാടും പൂജയും ഭരിക്കാതെ പോകും. ഘോരമായിട്ടുള്ള മഹാപാവങ്ങളിൽപ്പെട്ടാണ്, പഞ്ചമഹാപാതകങ്ങളിൽ ഒന്നാണ്. ഒരു കൊലപാതകത്തിന് പോലും അത്രയും കുഴപ്പമില്ല. പക്ഷെ പശുവിനെ കൊന്നു തിന്നിട്ടുണ്ടെങ്കിൽ, മാംസം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാതെ കഴിച്ചാലും അറിഞ്ഞു കഴിച്ചാലും പൂർവജന്മാർജിതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണല്ലോ. അപ്പോൾ പൂർവ്വജന്മം തൊട്ടു മുമ്പുള്ള അവസ്ഥ വരെയാണ്. ഈ പൂർവ്വജന്മത്തിലെ പാപം, ടോക്സിൻസ് അല്ലേ, വിഷം, അതാണ് അസുഖങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് കാരണമാകും. അങ്ങനെയാണെങ്കിൽ പശുവിൻ്റെ മാംസം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിഭീകരമായ പാപം ഉണ്ട്. ഞാൻ പറയല്ല, ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നുണ്ട്. പശുവിൻ്റെ മാംസത്തിൽ വിഷാംശമുണ്ട്. അത് നിങ്ങളുടെ ശരീരം ആഗിരണം ചെയ്യും. അത് പുറത്ത് കളയണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ അത്തരത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അറിയാതെ കഴിച്ചുപോയി അല്ലെങ്കിൽ ചെയ്തതിൽ പ്രായച്ചിത്തം പശ്ചാത്താപം ഉള്ള ആളുകൾ പ്രാജാപത്യ കൃത്രം അനുഷ്ഠിച്ച് ഈ പാപകർമ്മത്തിൽ നിന്ന് മുക്തി നേടണം. അവനവനത് ചെയ്യാൻ പറ്റും. അതായത് വ്രതമെടുത്ത് ഒരു ദിവസം മുഴുവൻ പഞ്ചഗവ്യം സേവിച്ച് ഉപവസിച്ച്, വേറൊന്നും കഴിക്കാതെ ഉപവസിച്ച്, പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് ഈ എന്താ പറയുക, പ്രത്യക്ഷ ഗോപൂജയിൽ പങ്കെടുത്ത് ഗോവിനെ നമസ്കരിച്ച് തൊഴുത് ഗോവിന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്ത്, ഇനി ഇത്തരത്തിലുള്ളൊരു പാപത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല, ഞാനത് ചെയ്യുകയുമില്ല, ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് സത്യം ചെയ്ത് പോന്നാൽ ഈ വിഷയത്തിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗോക്കളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കൺഫ്യൂഷൻ, എരുമകളെ ഭക്ഷിക്കുന്നു, അതാണ് ബീഫ്. പശുക്കളെ, നമ്മൾ പശു എന്ന് പറയുന്ന നാടൻ പശുക്കളെ അവയല്ല ഭക്ഷിക്കുന്നത്, ഞങ്ങൾ എരുമകളെയാണ് ഭക്ഷിക്കുന്നത്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗോവർഗം മുഴുവനാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഈ തരത്തിലാണ് നമ്മളതിനെ? അല്ല, എരുമകളെയോ മറ്റൊന്നിനെയും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ സംസാരിക്കുന്ന ഗോവ് എന്ന് പറയുന്ന സാധനം ഇൻഡോജീനിയസ് പശുവാണ്. അതായത് ഗീർ, സിന്ധി, സഹിവാള്, കാസർഗോഡ് കുള്ളൻ, വെച്ചൂർ പശു, ചെറുവള്ളിപ്പശു, കാങ്കയം, മലനാട് പശു, താർപ്പാർക്കർ പശു, ഇങ്ങനെ പോകുന്ന നമ്മുടെ നാടിൻ്റെ സ്വത്തായി 70-75 ജനസ് ഉണ്ടായിരുന്നതിൽ ധവള വിപ്ലവത്തിൻ്റെ ഗുണം കൊണ്ട് വെറും 30 ജനസായിട്ട് ചുരുങ്ങിപ്പോയ ഇന്ത്യൻ പശുക്കൾ, ബോസ് ഇൻഡിക്കസ് വിഭാഗത്തിൽ വരുന്ന A2 പ്രോട്ടീൻ മിൽക്ക് കിട്ടുന്ന പശുവിനെ പറ്റി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഞാനൊരു A1 മറ്റേ HF പശുക്കളെ പറ്റിയിട്ടല്ല ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ കൊല്ലോ തിന്നോ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ പറയുന്നത് ഇൻഡോജീനിയസ് പശുക്കളെ പറ്റിയിട്ടാണ്. അത് പറയാൻ എനിക്ക് ശാസ്ത്രീയമായും ആത്മീയമായും അവകാശമുണ്ട്. കാരണം ഇൻഡോജീനിയസ് പശുക്കൾക്ക് മറ്റേ പശുക്കളുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ഗോബർ ഗ്യാസ് ഉണ്ടാക്കിയ പ്ലാന്റുകൾ ആദ്യകാലത്ത് ഇവിടെ വർക്ക് ചെയ്യാതിരുന്നതിന് കാരണം ഈ നാടൻ പശുക്കളായിരുന്നു. ആ സമയത്ത് ഇതിൽ നിന്ന് ഉണ്ടാവുന്നത് ഓസോണായിരുന്നു. നമ്മുടെ ഓസോൺ ഡിപ്ലീഷന് സഹായിക്കൊന്നുമില്ലെങ്കിൽ പോലും സർഫസ് ഓക്സിജൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പശുക്കളെ കൊണ്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മീഥേൻ ഗ്യാസ് കിട്ടുന്നില്ലായിരുന്നു. മീഥേൻ ഗ്യാസ് കിട്ടാത്തതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യായിരുന്നത്. പക്ഷേ ഇപ്പോൾ സങ്കരവർഗ്ഗം പശുക്കളുടെ ചാണകത്തിൽ നിന്ന് മീഥേൻ ഗ്യാസാണ് വരുന്നത്. അത് വർക്ക് ചെയ്യുന്ന, അത് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കും. അപ്പം അതിൽ നിന്ന് അത് കത്തിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗോബർ ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നാടൻ പശുക്കളിൽ നിന്ന് അത് കിട്ടുന്നില്ലാത്തതിൻ്റെ കാരണം അതിൽ ഓക്സിജൻ കണ്ടൻ്റ് ആയിരുന്നു. കത്തുന്ന വാതകങ്ങൾ തീരെ കുറവായിരുന്നു. അത്തരത്തിലുള്ള ചാണകവരളി കത്തുമ്പോൾ പ്രാണബലം അന്തരീക്ഷത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അഗ്നിഹോത്രത്തിന് ഉപയോഗിക്കുന്നത് ചാണകവരളി, നാടൻ പശുവിൻ്റെ നെയ്യും ഉണക്കലരിയാണല്ലോ ഉപയോഗിക്കുന്നത്, പ്രധാന ദ്രവ്യം. ഞാൻ പറയണത് വിശിഷ്ട അഗ്നിഹോത്രം എന്നല്ല ഈ പറയണത്. സാമാന്യേന നിത്യമായി അനുഷ്ഠിച്ചു വരുന്ന അഗ്നിഹോത്രത്തിൻ്റെ കാര്യമായി പറയുന്നത്. ചാണകവരളി കത്തിച്ചിട്ട് ചെറിയ ആഹൂതികളാണ് കൊടുക്കുന്നത്. സൂര്യായ സ്വാഹ, അഗ്നേയ സ്വാഹ എന്നൊക്കെ, പ്രജാപതയ സ്വാഹ എന്നൊക്കെയുള്ള ആഹൂതികൾ കൊടുത്ത് ചെയ്യുന്ന അഗ്നിഹോത്രത്തിൽ ഉപയോഗിക്കുന്നത് നാടൻ പശുവിൻ്റെ നെയ്യും നാടൻ പശുവിൻ്റെ ചാണകവരളിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് എന്തായാലും ഹാനികരമല്ലാത്ത വാതകങ്ങൾ ആണ് ഉണ്ടാകുന്നതാണ്. അതിൽ റിസർച്ച് ഉണ്ട്. എന്നെ നിങ്ങൾ നോക്കണ്ട, അതിൽ ഒരുപാട് റിസർച്ച് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ചെയ്ത റിസർച്ച് ഉണ്ട്. നാടൻ പശുവിൻ്റെ പാലിലും ഗോമൂത്രത്തിലും ചാണകത്തിലും തങ്കഭസ്മം, ഓറം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അതായത് തങ്കഭസ്മം അടങ്ങിയിട്ടുണ്ട്. നാച്ചുറലായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പൂഞ്ഞ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി, അത് HF പശുക്കൾക്കില്ല, നാടൻ പശുക്കൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം നാടൻ പശുക്കളുടെ പൂഞ്ഞ
ഒരു നമ്മൾ ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ പോലെ ഒരു പ്രവർത്തനം പരിപാടി മൊത്തം ചെയ്യുന്നുണ്ട്. നടത്തുന്നത്. അത് അന്തരീക്ഷത്തിൽ നിന്ന് ഗോൾഡൻ റേസിനാണ് അബ്സർവ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞാനിതിൻ്റെ ഒന്നും ആധികാരികമായിട്ട് പറയാൻ ഞാൻ ഇതിൻ്റെ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഇതിൻ്റെ സ്പിരിച്വൽ വേർഷൻ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാലും എൻ്റെ സാമാന്യന വിദ്യാഭ്യാസം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ജർമ്മനിയിലൊക്കെ ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്. അവർ കണ്ടെത്തിയിട്ടുണ്ട് പശുവിൻ്റെ മൂത്രത്തിലും ചാണകത്തിലും എല്ലാം തങ്കഭസ്മം അടങ്ങിയിട്ടുണ്ടെന്ന്. ഈ ഇടയ്ക്ക് ഗുജറാത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ഗോമൂത്രത്തിൽ നിന്ന് ഗീർ പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ച് കാണിച്ചു. ഓ. അപ്പോൾ എല്ലാവരും പറയുന്ന ഗോമൂത്രത്തിൽ അല്ല, ആ സ്വർണം വേർതിരിക്കാനായിട്ട് അവർക്ക് 1 പവൻ സ്വർണം വേർതിരിക്കാൻ 3 ഇരട്ടി ചിലവാണ്. നമ്മൾ വാങ്ങുന്നതിനേക്കാൾ 3 ഇരട്ടി ചിലവാണ്. ചിലവാണ്. അപ്പോൾ അത് ഫീസിബിൾ അല്ല. പക്ഷേ എന്തിനാണ് അവർ ചെയ്തത്? ഇതിൽ ഉണ്ട് എന്ന് കാണിക്കണ്ടേ, അതിനു വേണ്ടി അവർ ചെയ്തതാണ്. റിസർച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർനെറ്റിലും മീഡിയാസിലും എല്ലാം വന്നതാണത്. അപ്പം ഈ തങ്കഭസ്മം നാച്ചുറലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. തങ്കഭസ്മൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് ക്ലോറം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഈ നാടൻ പശുക്കളുടെയും മറ്റേ പശുക്കളുടെയും പാലിൻ്റെ വ്യത്യാസം, ഒന്ന് A1 പ്രോട്ടീൻ നിൽക്കുന്നു, മറ്റേത് A2 പ്രോട്ടീൻ നിൽക്കുന്നതാണ് പറയുന്നത്. ഈ HF പശുക്കൾ, സങ്കരവർഗ്ഗം പശുക്കളുടെ എന്ന് പറഞ്ഞാൽ A1 പ്രോട്ടീൻ മിൽക്കാണ്, മറ്റേത് A2 പ്രോട്ടീൻ മിൽക്കാണ്. അതിൻ്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. 67ാമത്തെ അതിൻ്റെ അമിനോ ആസിഡ്സിലെ 67ാമത്തത് നാടൻ പശുക്കളുടേത് പ്രോലിനും HF പശുക്കളുടേത് ഹിസ്റ്റഡൈനുമാണ്. അത് ഏതോ ഒരു സമയത്ത് ഒരുതരം ജനിതക പരിവർത്തനം വന്നിട്ട് സംഭവിച്ചു പോയതാണ്. ഈ പ്രോലിൻ എന്ന് പറയുന്നത് ഹൃദ്രോഗം പോലെയുള്ള കാര്യങ്ങളെ ചെറുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. ഹിസ്റ്റഡൈൻ ആണെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ആയുർവേദ മരുന്നുകളിൽ ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം നെയ്യിലുണ്ടാക്കുന്ന മരുന്നുകളുണ്ട്. ആ മരുന്നുകളൊക്കെ തന്നെയും ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഈ സങ്കരവർഗ്ഗം പശുവിൻ്റെ നെയ്യിലാണ്. അപ്പോൾ അതിലെ കണ്ടൻറ്റ് ഹിസ്റ്റഡൈനാണ്. അത് ഹൃദ്രോഗം കൂട്ടുമോ അതോ കുറയ്ക്കുമോ? കൂട്ടുള്ളൂ. അപ്പം ഈ പശുക്കൾ ചത്തു വീഴും. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, ഈ പശുക്കൾ ചാവില്ലേ, അപ്പോൾ എന്ത് ചെയ്യും? ചത്തു കഴിഞ്ഞാൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പശുവിനെ കുഴിച്ചിട്ട സ്ഥലം, 1 ഏക്കറിന് മുകളിൽ സ്ഥലം നിങ്ങൾക്കത് ഈ ഊഷരഭൂമിയെ തിരിച്ച് നമുക്ക് കൃഷിഭൂമിയാക്കാൻ വരെ സഹായിക്കുന്ന തരത്തിലുള്ള ജൈവ വിഘടനം ആ പശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം പശു നമ്മൾ എന്തിനേയും തന്ത്രം, ഭാരതീയ വിദ്യകളെല്ലാം തന്നെയും അതിന് മഹത്വം കൽപ്പിക്കുന്നത് ഒരു വസ്തുവിൻ്റെ ഉപയോഗത്തെയും അത് പ്രകൃതിയിലേക്ക് കൊടുക്കുന്ന അതിൻ്റെ എന്താ പറയുന്ന അതിൻ്റെ കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ നല്ലതാണോ ചീത്തയാണോ. ഇപ്പം ഒരാലിനെ നമ്മൾ വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ കാരണം വെച്ചാൽ അതിൻ്റെ ആ ആൽമരം പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്ര പ്രാണവായു വേറൊന്നിനും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഈ പശു ജീവിച്ചിരിക്കുന്ന കാലയളവിലും ശുദ്ധ കാലയളവിലും പശു പ്രകൃതിയിലേക്ക് കൊടുക്കുന്നതിൻ്റെ പരിഗണന നമ്മൾ എടുത്താൽ അതിനെ നമ്മൾ 10 അതിൻ്റെ ജീവിതകാലയളവിലെ 10 ഇരട്ടിയോ 30 ഇരട്ടിയോ ഒക്കെ ആണ് എന്ന് പറഞ്ഞാൽ അത് കൺസ്യൂം ചെയ്തതിൻ്റെ 30 ഇരട്ടിയെങ്കിലും തിരികെ കൊടുക്കുന്നുണ്ട്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് അതിന് എന്താ പറയുക, ഈ ഈശ്വരാംശമായിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിന് ദൈവികത കൊടുക്കുന്നതും പശുവിനെ കൊല്ലരുതെന്ന് പറയുന്നതും ഒക്കെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. ഇതിപ്പം ഗോവധ നിരോധനം വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്കും എനിക്ക് പശുവിൻ്റെ ഇറച്ചി തിന്നേ പറ്റുമെന്ന് പറയുന്നവർക്കും 2 പേർക്കും ഈ വിഷയം അറിയില്ല. എനിക്ക് തോന്നുന്നത് അതാണ്. ഈ 2 പേരും കൂടെ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പശു സങ്കരവർഗ്ഗം പശു അല്ല, നാടൻ പശുക്കളുടെ കാര്യം. നമ്മൾ ജനുസുകൾ കുറഞ്ഞു വന്ന് ഇപ്പം വെറും 10, 20, 25 താഴെ മാത്രം ജനുസുകൾ മാത്രമേ ഇപ്പം നമുക്ക് കിട്ടാനുള്ളൂ. അപ്പം വെച്ചൂർ പശുവൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഉണ്ടായിരുന്നത് പോയി. ചെറുവള്ളി പശു എന്ന് പറഞ്ഞ സാധനം ഈ നമ്മുടെ പൊൻകുന്നം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. ബാക്കി ഒരുപാട് ജനുസ് വളരെ 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 അന്യം നിന്ന് പോയി, എല്ലാം ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഈ HF പശുക്കളുടെ പാല് ദഹിച്ചാൽ BCM എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്, ബീറ്റാ കാസോനിൻ മോർഫിൻ, അതിന് കറക്റ്റ് പേര് വിട്ടുപോയി. BCM എന്ന കെമിക്കൽ അതിൻ്റെ പേര്. അത് ഈ കൺസ്യൂം ചെയ്യുന്ന ആളുകളുടെ 3rd ജനറേഷൻ വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, ഓട്ടിസം വരെ ഉണ്ടാക്കാനുള്ള കാരണം ആകും എന്നിപ്പോൾ സ്റ്റഡീസ് ഉണ്ട്. ഇപ്പം നാടൻ പശുവിൻ്റെ അതിനതില്ല. ഈ പ്രാണബലം വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പഞ്ചഗവ്യത്തിനും ഗോമൂത്രം ഈ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് ചാണകം മെഴുകിയ തറയെ കിടന്ന് നമ്മുടെ പൂർവികരൊന്നും തന്നെ ഒരസുഖമൊന്നുമല്ല മരിച്ചതൊന്നും. ഇതുപോലുള്ള ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പ്രാണബലത്തിൻ്റെ അംശം അളവ് കൊണ്ടാണ് ഒരു വസ്തു മലമാണോ മൂത്രമാണോ അതിന് ശ്രേഷ്ഠതയുണ്ടോ അത് വർജിക്കേണ്ടതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രാണനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ അത് ജൈവമാണോ അജൈവമാണോ അത് മരത്തെ നിന്നുള്ളതാണോ അത് മൃഗം തരുന്നതാണോ എന്ന് നോക്കിയിട്ടല്ല. ഗോരോചന കേട്ടിട്ടുണ്ടോ? കളപ്പത്തിനകത്ത് ചേർക്കുന്ന ഗോരോചന ഉണ്ടാകുന്ന ഇവിടുന്നാണ്. പിത്താശയക്കല്ലാണ് പശുവിൻ്റെ പന്നികളുടെ ചില പന്നികളുടെയൊക്കെ പിത്താശയത്തിലുണ്ടാവും. ഈ പിത്താശയക്കല്ല് ഇതിന് ഈക്വൽ ടു ഗോൾഡാണ് റേറ്റ്. ഗോൾഡിൻ്റെ റേറ്റ് 1 ഗ്രാമിന് എന്താണോ അത് തന്നെയാണ് 1 ഗ്രാം ഈ ഗോരോചനത്തിൻ്റെയും വില വരുന്നത്.
നമ്മൾ ഈ എന്താ പറയുക, ഈ കോസ്മെറ്റിക്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൂടാതെ കളഭം, ചന്ദനം മുതലായ സാധനങ്ങളിൽ അരച്ച് ചേർത്ത് ഉപയോഗിക്കാനായിട്ട് ഗുസ്തിക്കാർ ഗോരോചനം കൊണ്ട് കുറി വരയ്ക്കും. ദേഹത്ത് അംഗങ്ങളിൽ പ്രധാനപ്പെട്ട മർമ്മങ്ങളിലൊക്കെ കുറി വരയ്ക്കും. അതെന്തിനാ വെച്ചാൽ ഈ ശരത്തെ തെറ്റിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വലത്തേക്ക് ശരം പിടിച്ചിട്ടാണ് ഞാൻ അങ്ങേ മറിച്ചിടാൻ നോക്കുന്നത്. പക്ഷേ അപ്പുറം നിൽക്കുന്ന ആൾക്കും ശരത്തിൽ നിയന്ത്രണമുള്ള അയാൾക്ക് എൻ്റെ ശരത്തെ ഇടത്തോട്ട് മാറ്റാനും പറ്റും, അയാൾ വിചാരിച്ചാലും പറ്റും. അപ്പോൾ അത് മാറ്റാതിരിക്കാൻ വേണ്ടി ഗോരോചനം കൊണ്ട് കുറി വരച്ചിട്ട് മർമ്മസ്ഥാനങ്ങളിൽ തട്ടിക്കൊടുക്കും. അപ്പോൾ അപ്പം നിൽക്കുന്ന ശരം സ്ഥിരമായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. അവരുടെ ട്രേഡ് സീക്രട്ട്. അത് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ, സത്യത്തിൽ പറയാൻ പാടില്ലാത്ത ഇങ്ങനെ. തിരുവനി ഇപ്പം നമ്മൾ പറഞ്ഞതില്ലേ, ധാരാളം ഈ സോഷ്യൽ മീഡിയ കമൻസിലൊക്കെ ഒരു കാര്യം കാണുന്നതാണ്. യജ്ഞത്തോടും പഴയ യാഗങ്ങളോടും യജ്ഞത്തോടനുബന്ധിച്ച് മൃഗബലി ഉണ്ടായിരുന്നു, പശുവിനടക്കം ബലി കൊടുത്തിരുന്നു എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. അതിൻ്റെ ഒരു സത്യാവസ്ഥയും കാര്യങ്ങളും ഒന്ന് പറയും. അതൊക്കെ ജസ്റ്റ് ടെക്സ്റ്റ്. ഈ ഒരേ വേദ സംസ്കൃതത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒരു വാക്കിന് തന്നെ പല അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെർബൽ മീനിങ് ഒന്നും ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ബലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഒരു വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം വബ എന്നുള്ള വാക്കിന് നമ്മൾ മുളപ്പിച്ച ഉഴുന്നെന്ന് അർത്ഥമുണ്ട്. അത് തന്നെ ആടിൻ്റെ ഒരു ഭാഗത്തു നിന്ന് എടുക്കുന്ന സാധനമായിട്ടും പറയുന്നുണ്ട്. അപ്പം എന്താണെന്ന് വ്യക്തമായിട്ടില്ലാത്തൊരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഇനി ആണെങ്കിൽ തന്നെയും ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിനെ ബലി കൊടുക്കുന്നതിനകത്ത് പോരായില്ല. ചാണക്യൻ്റെ നീസാരത്തിലുള്ളതാണ് അല്ലേ. ഒരു ദേശത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തെ, ഗ്രേറ്റർ ഗോളാണ്. ഗ്രാമത്തിന് വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി ഒരാളെയും, കുലത്തിന് വേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടി ഒരാളെയും ബലി കൊടുക്കണമെന്നാണ് അങ്ങനെ നിയമമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി മറ്റുള്ളത് രക്ഷപ്പെടുവാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇതിൽ തന്നെ എന്നല്ല, നമ്മളിപ്പോൾ ഒരു ആണവ റിയാക്ടർ ഉണ്ടാക്കി അതിൻ്റെ കുറച്ച് തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, വലിയൊരു പർപ്പസിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അല്ല അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് എന്ത് ശാസ്ത്രം എന്ത് കണ്ടുപിടിച്ചാലും അതിൻ്റെ എല്ലാം പിന്നിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം അനുഭവിച്ചേ പറ്റൂ. പക്ഷേ അതിൻ്റെ വലിയൊരു ഉദ്ദേശത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനെ ഒരു ചെറിയ കാര്യമായിട്ട് നെഗ്ലിജിബിളായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ടതുകൊണ്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട് ഭാരതത്തിലൊരു ഗോവധ നിരോധന നിയമം ഹോൾ ഭാരതത്തിൽ അത് വരേണ്ട ആവശ്യമല്ലേ? ആവശ്യമാണ്. ആവശ്യം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആവശ്യം നിങ്ങൾ നോക്കൂ, പർപ്പസ് നോക്കൂ. ഇതുപോലെ നമുക്ക് മഹാത്മ്യം കൊടുക്കാൻ പറ്റിയ മറ്റൊരു ജീവിയില്ല. അപ്പം അതിൻ്റെ വംശത്തെ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? പക്ഷേ ഇപ്പോൾ നമ്മുടെ പലവിധ ആരോപണങ്ങൾ വരുന്നത് ഇൻഡിജിനസ് ആണോ അല്ലയോ എന്നുള്ള വേർതിരിവ് അവർ പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പശു മാംസമോ മറ്റ് ഗോവർഗത്തിൽപ്പെടുന്നതിൻ്റെ മാംസമോ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. എന്നിട്ട് നമ്മൾ ഒരു ഹിപ്പോക്രസി പറയുന്നു എന്നുള്ള തരത്തിലാണ് ചിത്രീകരിക്കുന്നത്. ഗോവ് എന്താണെന്ന് കൃത്യമായ ഡെഫിനിഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. ഗോവ് എന്താണ്? ഈ 4 കാലും വാലുമുള്ള അമർന്നതെല്ലാം പശുവാണോ? അതാണ് ചോദ്യം. ഗോവ് എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്ന ആരെയാണ്? അതാണ് നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നു എന്ന് ഉള്ളത് വെച്ചിട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ തെങ്ങിൻ്റെ ഉദ്ദേശമല്ലോ അതിൻ്റെ വർഗ്ഗത്തിൽ വരുന്ന പനയ്ക്കും അല്ല. അതന്നെ നമ്മൾ എന്തിനും അതിൻ്റെതായ പർപ്പസിനാണ് വാല്യൂ കൊടുക്കുന്നത്. പുതിനയും തുളസി ഒരേ വിഭാഗമല്ലേ? അതെ, രണ്ട് പൂർണ്ണമായതുകൊണ്ട് പൂജ കഴിക്കാറുണ്ടോ? ഇല്ല. അതന്നെ, അതൊക്കെ തന്നെ. നമ്മുടെ സ്വന്തം പൈക്കളെ, നമ്മുടെ ഇൻഡിജിനസ് ആയ ബ്രീഡുകളെ നമ്മൾ സംരക്ഷിക്കുകയും അതിൻ്റെ വധം നിരോധിക്കുകയും ചെയ്താൽ മൊത്തം ഭാരതത്തിനും അത് നന്മയെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമി ഒരു പുരിയിലാണോ ദ്വാരകയിലാണോ ശങ്കരാചാര്യ സ്വാമി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദണ്ടും ഇതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഗോവധം നിൽക്കുന്ന അന്ന് മാത്രമേ ഞാനിത് ധരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോവധ നിരോധനത്തിന് വേണ്ടി ഇപ്പോൾ വളരെ ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ മഹാത്മ്യം അറിഞ്ഞ് പ്രവർത്തിച്ച് ഇതിനെപ്പറ്റി പ്രയോഗത്തിൽ കൊണ്ടുവന്ന നാടാണ് ഭാരതം എന്ന് പറയുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഒരു കാലഘട്ടം കൊണ്ടാണ് നമുക്ക് നമ്മളുടെ തന്നെ കൂടെയുള്ള ആളുകളെ അവരുടെ ആരാധനാ രീതി വേറെയാണെന്ന് തോന്നുമ്പം അവർ നമ്മളിൽപ്പെട്ടവരല്ലെന്ന് നമുക്ക് തോന്നിത്തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് കാലമേ ആയുള്ളൂ. അത് അവർക്ക് തോന്നിത്തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് തോന്നിത്തുടങ്ങിയത്. ഇപ്പോൾ ഹിന്ദുക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പേടിച്ചിട്ടാണ് ഇപ്പം അങ്ങനെ അതിന് മുമ്പ് വരെ അതല്ലായിരുന്നു അവസ്ഥ. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൻ്റെ പൈതൃകം വിട്ട് നിങ്ങൾക്ക് എവിടെ പോകാനാണ്? നിങ്ങളുടെ അസ്തിത്വം മുഴുവൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എങ്ങും പോകാനില്ല. നമ്മളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിൽ കേരളം ഒഴിച്ച് ബാക്കി ഏത് ഭാരതത്തിൻ്റെ സ്ഥലങ്ങളിലേക്ക് പോയാലും മതം നോക്കിയല്ല അവർ പയ്യനെ ബഹുമാനിക്കുന്നത്. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ ഉപദ്രവിക്കാത്ത നാടൻ പശുക്കളും സ്ട്രീറ്റിൽ അലഞ്ഞു തിരിയുന്ന പശുക്കളും ഒക്കെ ഉണ്ടാവും. ഇവരിൽ പലരും ഈ പറയുന്ന എരുമമാംസവും ഒക്കെ ബീഫ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്, അപൂർവമായിട്ടെങ്കിലും. ഈ ഉള്ളവരാരും
നമ്മുടെ ബ്രീഡുകളെ ഉപദ്രവിക്കുന്നില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ജല്ലിക്കെട്ട് പോലുള്ള ഇത് നടന്ന് തന്നെ, അതിൻ്റെ പ്രക്ഷോഭം നടന്ന് തന്നെ അവരുടെ ബ്രീഡുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് ഇന്ത്യ മുഴുവൻ പടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന അക്ബർനാമയിലുണ്ടല്ലോ പശുക്കളെ ഉപദ്രവിക്കുന്ന അക്ബർ എഴുതി വെച്ചിട്ടുണ്ട്. പശുവിൻ്റെ പാൽ അമൃതാണെന്നും പാല് നല്ലത് എരുമയുടെയാണെന്നും പശുവിൻ്റെ പാലിനെ പാല് നല്ല അമൃതം എന്നാണ് പറയേണ്ടതെന്നൊക്കെ എഴുതി വെച്ചു. ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ട് അത്. ഈവൻ എനിക്ക് തോന്നുന്നു മറ്റ് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ അനുമാനം. ഉപയോഗിക്കാൻ പശുവിനെ കൊല്ലരുതെന്നും പശുവിൻ്റെ മാംസം നിഷിദ്ധമാണെന്നും അതിന് പാലും മൂത്രമല്ല ഉപയോഗയോഗ്യമാണെന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിനിമം പാലെങ്കിലും ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും. തിരുമണി, ഒരു ഗോവധ നിരോധന നിയമം നമ്മൾ ഈ പറഞ്ഞ ഇൻഡിജിനിയസ് ബ്രീഡുകളെ സംരക്ഷിക്കുന്ന വിധത്തിൽ കൊണ്ടുവന്നാൽ ഭാരതത്തിന് മൊത്തത്തിൽ അത് ഉയർച്ചയ്ക്ക് കാരണമാകും എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? ഭാരതത്തിനെ മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഇത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നോക്കൂ, ഈ നമ്മൾ വേദകാലഘട്ടത്തിൽ അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ വിവാഹം ഒക്കെ കഴിയുമ്പോൾ ഈ പശുക്കളെ ദാനം കൊടുക്കുന്നുണ്ട്, ഈ വധുവിന് കൊടുത്തു വിടുന്നുണ്ട്. അത് എത്രയാണെന്നറിയാമോ? ലക്ഷക്കണക്കിന് പശുക്കളെ കൊടുക്കുന്നു. പശു ധനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പശുക്കളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് തീരുമാനിച്ചിരുന്നത് ഒരാൾ സമ്പന്നനാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിച്ചിരുന്നു. അപ്പം ഈ കാളകൾ ഉഴുന്നത്, നിലം ഉഴുന്നത് അവർക്കും കൂടി ഉണ്ണാനുള്ള സാധനത്തിനാണ്. അതെ. അതായത് ഇതിൻ്റെ കാടിവെള്ളം കഞ്ഞിവെള്ളം എല്ലാം അവരാ കുടിക്കുന്നത്. അതിൻ്റെ വൈക്കോലൊക്കെ കഴിക്കുന്ന അവർ തന്നെയാണ്. അപ്പം അവർക്കുള്ള ജോലി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പീഡിപ്പിക്കുക എന്നാണ് പറയുന്നത്. പീഡനമല്ല. കാള അതിൻ്റെ കപ്പാസിറ്റിക്ക് മുകളിൽ നമ്മൾ വിചാരിക്കുന്ന അല്ല അതിൻ്റെ കപ്പാസിറ്റി. അതിന് ഈസി അതൊക്കെ. നമ്മുടെ ആരോഗ്യം വെച്ചിട്ട് കാളയുടെ ആരോഗ്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചുമക്കാനും നിലവിടാനും വിഷമാണെന്ന് പറഞ്ഞിട്ട് കാളയ്ക്ക് അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ ഗോമൂത്രം ആയിക്കോട്ടെ, ചാണകം ആയിക്കോട്ടെ, ഇത് ഈ സോഷ്യൽ മീഡിയയിൽ അതൊരു ഫണ്ണി ആസ്പെക്റ്റിലാണല്ലോ എല്ലാവരും. അല്ല, ഈ ഫണ്ണി ആസ്പെക്റ്റിൽ പറഞ്ഞവൻ്റെ എല്ലാം ജീനെടുത്ത് പരിശോധിച്ചാൽ ചാണകത്തിൻ്റെ അംശമില്ലാത്ത ഒരുത്തനും കാണില്ല. കാരണം ഇവൻ്റെ എല്ലാത്തിൻ്റെയും കുടുംബത്തിലുള്ള ആരെങ്കിലും പിടിച്ചോണ്ട് പോയി ഇടിച്ചാൽ, പോലീസുകാർ പിടിച്ചോണ്ട് പോയി ചതയ്ക്കുമ്പോഴൊക്കെ ഈ ഗോമൂത്രം തന്നെയാണ് അന്ന് കുടിച്ചോണ്ടിരുന്നത്, അല്ലേ? ഇന്റേണൽ ഓർഗൻസിൻ്റെ കറക്ഷൻ. ഞാൻ ഇനി പറഞ്ഞുതരാം. ഗോമൂത്രത്തെ ഈ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് വാറ്റിയിട്ടാണ്. 2-3 തവണ ഫിൽറ്റർ ചെയ്ത് വാറ്റുമ്പം അത് രുചിയില്ലാത്ത വെള്ളം പോലെ എന്നാൽ മണമുള്ളതായിട്ടുള്ള ഒരു ദ്രാവകമായിട്ട് അത് മാറും. അതിൽ പറയുന്നത് അർക്കെന്നാണ്. വാറ്റുന്നതിന് പൊതുവെ പറയുന്ന പേര് അർക്കെന്നാണ്. രാവണൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അർക്കപ്രകാശം. മുഴുവൻ വാറ്റാണ്. പലതരത്തിലുള്ള മദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്തിനാണ്? ദേവീപാസനയ്ക്ക് ഉണ്ടാക്കിയതാണ്. അപ്പം അത് വേറെ വിഷയം. അപ്പം ഈ ഗോമൂത്രത്തിൻ്റെ അർക്ക് ഇന്ന് നിങ്ങൾ പരിശോധിച്ചോളൂ. ഇതിൻ്റെ പേറ്റൻ്റ് ഇരിക്കുന്നത് ഇന്ന് ജർമ്മൻസിൻ്റെ കയ്യിലാണ്, നമ്മുടെ അല്ല. ഇതിൽ നിന്നുണ്ടാക്കുന്ന ഈ ഗോമൂത്രം വാറ്റി ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഉണ്ട്. ഇതിൻ്റെ അവസാനം വരുന്ന സാധനം ഉണ്ടല്ലോ, അവക്ഷിപ്തം, അതെടുത്തിട്ട് ഗുളികകൾ ഉണ്ടാക്കും. അത് ഗ്യാസ്ട്രൽ ഓരോ ഡിസോർഡറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. എല്ലാം ഇവിടുന്ന് കയറി പോവുക, ജർമ്മനി പോവുക. നമ്മളിവിടെ പശു, ചാണകം, ഗോമൂത്രം BJP എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇതിനെപ്പറ്റി ഒരു റിസർച്ചും ഇത് ആധികാരികമായിട്ട് പൊളിറ്റിക്കലി ഒരു കൂട്ടം ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടും, അത് ഇതിൻ്റെ ആൾക്കാരും ഇത് ആരാണോ ഓൺ ചെയ്യേണ്ടത് അവർ മോശമായിട്ട് വിചാരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ല, അത് നമുക്ക് എന്നാണ് ഈ മലയാളികൾക്ക് അല്ലെങ്കിൽ ഭാരതീയർക്ക് എന്ന് പറയാൻ പറ്റില്ല, പൊതുവെ മലയാളികൾക്ക് എന്നാണ് അവനവൻ്റെ സ്വത്വത്തിൽ അഭിമാനബോധം ഉണ്ടായിരുന്നതെന്നാണ്. കുറേ കാലം നമ്മൾ വെല്ലോനെ നോക്കി നടന്നു, കുറേ കാലം അത് കഴിഞ്ഞ് ചൈനയെ നോക്കി നടന്നു, കുറേ കാലം റഷ്യയെ നോക്കി നടന്നു, കുറേ കാലം നമ്മൾ അവിടെ ഇവിടെ നോക്കി നടന്നു. ഇപ്പം നമ്മൾ സായിപ്പിനെ നോക്കി നടക്കുകയാണ്. കുറേ കാലം ഇപ്പം കുട്ടികൾ നേരെ ഗൾഫിലോട്ടായിരുന്നു നോട്ടം. ഭക്ഷണമെല്ലാം അങ്ങോട്ടായി. ഇപ്പം നോട്ടം എന്ന് പറഞ്ഞാൽ കാനഡ, മറ്റേ ഇവിടെ അയർലൻഡ്, ഓസ്ട്രേലിയ, അയർലൻഡ് ആണ് നോട്ടം. ഇവിടെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്നും ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ കാലം ശാസ്ത്രം പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കാവുകൾ നശിപ്പിച്ചോളാം. അതാണ് ശാസ്ത്രം. കാവ് നശിപ്പിക്കുന്നതായിരുന്നു അന്നത്തെ ശാസ്ത്രം. ഇന്നത്തെ ശാസ്ത്രം കാവ് വെച്ച് പിടിപ്പിക്കുന്നതാണ്. അപ്പം അവിടെ കാവ് നശിപ്പിച്ച കാലത്ത് ഇതിനേക്കാൾ ശാസ്ത്രബോധത്തിൽ ഉയർന്ന ചിന്തയിലുണ്ടായിരുന്ന ജപ്പാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ കാവുകളെ നന്നാക്കി. അവരിതിൽ കുറച്ചുകൂടെ എൻവയോൺമെൻറ്റൽ സയൻസിൽ കുറച്ചും കൂടെ മുകളിലാണ് നമ്മുടെ ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു അപ്രോച്ച്. നമ്മളൊരു കാര്യം പറയുകയാണ്, ഇത് നമ്മുടെ പൗരാണികമായ ഗ്രന്ഥത്തിലുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ സയൻറ്റിഫിക് പേര് വേറെയാണ്, ഇത് ഒരേ സാധനമാണെന്ന് പറഞ്ഞാൽ അവനത് അവൻ്റെ പുസ്തകത്തിലേക്ക് കണക്ട് ചെയ്യുവാണ്. അപ്പം നമ്മൾ പറയുകയാണ് വിദേശ രാജ്യങ്ങളുണ്ടത്, അവിടുത്തെ വിധത്തിലുണ്ടല്ലോ. സംഗമഗ്രാമം മാധവൻ്റെ പൈയുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ്. മാധവൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആള്
മാധവ ഗ്രിഗറി തിയറി എന്നൊക്കെ പറഞ്ഞ് സായിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ എടാ ഇങ്ങനൊരു സാധനം നമ്മുടെ നാട്ടിൽ ഇരിങ്ങാലക്കുട ജീവിച്ചിരുന്നല്ലോ ഇങ്ങനെ ഒരാള് നമ്മുടെ അക്ഷരം നമ്മുടെ നമുക്ക് അറിയത്ത് പോലുമില്ല ഇങ്ങനെ ഒരാളെ പറ്റിയിട്ടില്ലേ ഞാൻ അന്നേരം മനസ്സിലാക്കിയത് എനിക്ക് കാരണം എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നെ ഇത് ഗ്രിഗറിയെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് മറ്റേ GH ഹാഡിയെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ശ്രീനിവാസ രാമാനുജൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറഞ്ഞു തരുന്നില്ല ആ ഹാഡിയെ അമ്പരപ്പിച്ച ആളാണ് രാമാനുജൻ എന്ന് പറയുന്നത് അയാൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല ഇല്ലേ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന പല ഇവർ പറയുന്നത് ഈ സാധനങ്ങൾ തോക്ക് പൊട്ടുന്ന സാധനങ്ങൾ മിസൈൽ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് യൂറോപ്യൻസ് ആണെന്നാണ് പറയുന്നത് എന്തുവാ ഈ പറയുന്നത് ഇവിടെ ഏത് കാലഘട്ടത്തിലാണ് ഈ സിദ്ധ മരുന്നുകളെ വെച്ച് ഡ്രഗ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഏത് കാലത്താണ് ഈ പറയുന്നത് അഗസ്ത്യരുടെയൊക്കെ കാലത്താണ് അന്ന് ഈ പൊട്ടുന്ന പൊട്ടാസ്യം നൈട്രേറ്റ് പോലുള്ള സാധനങ്ങൾ അഗസ്ത്യർ കണ്ടില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ എക്സ്കവേറ്റ് ചെയ്തപ്പോഴത്തേക്കും അന്നത്തെ ബാറ്ററികൾ കിട്ടി ഇവിടെ ഉണ്ടാക്കി വെച്ച ബാറ്ററികൾ അതിനെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വെറുതെ പറയാം റിസർച്ച് ചെയ്തു അന്വേഷിച്ച് വയ്ക്കോ വിദ്യുത് കാന്തി സമപ്രഭ എന്ന് പറഞ്ഞ് ധ്യാനമുണ്ട് ദേവിയുടെ എടുത്തു തരാം പുസ്തകം വിദ്യുത് കാന്തി എന്ന് പറഞ്ഞാൽ എന്താ മിന്നലിന്റെ പ്രഭ എന്നാണ് ഒന്ന് വിചാരിച്ചോ അതെ ഈ മിന്നൽ വൈദ്യുതി ആണെന്ന് സാമാന്യനുള്ള ഇപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പം ഈ സാധനത്തെ പറ്റി ഒരു മനനവും അന്നത്തെ ഋഷിമാർ അന്നത്തെ പ്രാചീന ആളുകൾ അത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല ഉറപ്പായിട്ട് ചെയ്തു ബൗദ്ധായന ബുദ്ധിസത്തിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ദ്രൻ്റെ ആയുധമായിട്ടുള്ള വജ്രം ആ വജ്രത്തിൻ്റെ ഘടന കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ സാമാന്യ ഒരു ടെസ്ല കോയിൽ പോലെ തന്നെ അതിരിക്കുന്നത് എന്തുകൊണ്ടത് ആയിക്കൂടാ നമ്മുടെ ഈ ഗോമൂത്രം ചാണകം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പശുക്കളെയും നമ്മുടെ ഇതിനെയും ഒക്കെ ആക്ഷേപിക്കുന്ന ആൾക്കാർക്ക് ഇത് റിസർച്ച് ചെയ്യാൻ തോന്നട്ടെ അതെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ എന്തും പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിക്കണമെന്ന് വിചാരിക്കരുത് ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നളന്ദ തക്ഷശില സർവകലാശാലകളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നത് ഉറങ്ങാൻ വേണ്ടിയല്ലല്ലോ അല്ല അല്ലെങ്കിൽ ഇവിടെ ചക്ക പുഴുങ്ങി വെച്ചിട്ട് വിളിച്ചപ്പം വന്നതല്ല അവരാരും ഇത് പഠിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് നമ്മൾ ഈ എന്താ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധി കത്തിച്ച ആളുകളുണ്ടല്ലോ ഞാനതൊന്നും പേരെടുത്ത് പറയുന്നില്ല പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് വർഗീയ പീഡനമായി പോയാലും എന്ന് വെച്ചിട്ട് ആളുകളുടെ പേര് പറയാത്തത് ഒരു നിവൃത്തിയില്ല പേര് പറയാനുള്ളൂ അവരൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത് എന്നിട്ടും നമ്മുടെ ഇവിടെ ഇത്രയും അവശേഷിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഉണ്ടായിരുന്നല്ലോ നശിപ്പിക്കുന്ന പ്രക്രിയയുടെ ഇപ്പോൾ ഇവിടെ അങ്ങ് വർഗീയതയുടെ ഇത് പറഞ്ഞുകൊണ്ട് റീസെൻ്റ്ലി ഞങ്ങളൊരു സ്ഥലത്ത് പോയി സഞ്ചരിച്ചപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് മലയാളത്തിലെ പബ്ലിക്കേഷൻസിലെ പ്രമുഖമായൊരു പബ്ലിക്കേഷൻ ഇനി മേലാൽ നമ്മുടെ സനാതനവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും പബ്ലിക്കേഷൻസും പബ്ലിഷ് ചെയ്യുന്നില്ല. അതായത് അവരുടെ വിൽക്കുന്നുമില്ല, പുതിയത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നാണ്. ഒരു പുസ്തകം തപ്പിപ്പോയി പറഞ്ഞാണ്. അപ്പോൾ ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ വിദ്യയെ നശിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇത് ഇവർ എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും കുറേ കാലം അവർ നശിപ്പിക്കാൻ നടക്കുന്നവരും ഈ പ്രകൃതി കൂടെ ഇങ്ങനെ തിന്ന് വിസർജിച്ച് ഇങ്ങനെ നടക്കും. കുറച്ച് കഴിയുമ്പോൾ അവരും ചത്തുപോയി ഭൂമിക്ക് വളവുന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ ഇതിങ്ങനെ നിലനിന്ന് പോകുന്നത് സനാതനമാണ്. ഇതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. നശിപ്പിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് സനാതനം എന്ന് വിളിക്കുന്നത് തന്നെ. ഇത് നശിച്ചാൽ അഗ്നി നശിച്ചു എന്നാണ്. ഭാരതീയ സനാതന വിദ്യ നശിച്ചു പോയാൽ അഗ്നി നശിച്ചു എന്നാണ്. അഗ്നി നശിക്കുമോ? ഇല്ല, ഒരിക്കലും ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മുടെ പ്രകൃതിയും നമ്മുടെ പൈക്കളും എല്ലാം ഗംഭീരമായിട്ട് നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.